ഹായ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആൻഡ് ചെന്നൈ സൂപ്പർ കിങ്സ്. എന്തൊരു ത്രില്ലിംഗ് മാച്ചായിരുന്നു ഇന്നലെ. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ RCB ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഓപ്പണേഴ്സായ ഫീൽ സാട്ട് 46 റൺസ്, 28 റൺസ് എടുത്ത കോഹ്ലി, ദെൻ തുടർച്ചയായി രണ്ടാമത്തെ അർദ്ധ സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കൽ. പക്ഷെ ഇതൊന്നല്ല കളിയിലെ ഇമ്പാക്ട്. ലാസ്റ്റ് 5 ഓവേഴ്സിൽ 90+ റൺസ് സ്കോർ ചെയ്ത ക്യാപ്റ്റൻ രജത് പട്ടിദാർ ആൻഡ് ടിം ഡേവിഡ്. രജത് പട്ടിദാർ 19 ബോളിൽ നിന്നാണ് 48 റൺസ് നോട്ട് ഔട്ട്, അതായത് ഒരു 4ഉം 6 സിക്സസും. ടിം ഡേവിഡ് 25 ബോളിൽ 70 റൺസ്, ഒരു 4ഉം 3 4ഉം 8 പടുകൂറ്റൻ സിക്സസും. അതിലെ ലാസ്റ്റ് 6 സ്റ്റേഡിയത്തിന്റെ പുറത്തേക്ക് പോകണ്ടായി. ടോട്ടൽ 20 ഓവറിൽ 250 റൺസ്, 3 വിക്കറ്റിന്. തുടർന്ന് ബാറ്റിംഗ് ഇറങ്ങിയ ചെന്നൈ CSK ജേക്കബ് ഡുഫിയുടെയും ഭുവനേശ്വർ കുമാറിന്റെയും തീ പാർന്ന പന്തുകൾക്ക് മുന്നിൽ പിടിച്ചേക്കാൻ പറ്റിയില്ല. ഓപ്പണേഴ്സിനെ രണ്ടുപേരെയും, സഞ്ജു സാംസണെയും ഗേക്വാദിനെയും ജേക്കബ് ഡുഫി റിമൂവ് ചെയ്തപ്പോൾ ആയുഷ് മാത്രമേ ഭുവനേശ്വർ കുമാർ റിമൂവ് ചെയ്യേണ്ടായി. തുടർന്ന് വന്ന ആർക്കും ബാറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു ലക്ഷം. വലറ്റക്കാരായ സർഫറോസ് ഖാൻ 25 ബോളിൽ 50, പിന്നെ പ്രശാന്ത് വീർ 43, അതിനുശേഷം വന്നിട്ടുള്ള മറ്റേ ശിവൻ ദുബെ 18, പിന്നെ അതിനുശേഷം നമുക്ക് പറയാൻ പറ്റില്ല ജിമ്മി ഓവർട്ടന്റെ ഒരു 37 റൺസ്. ഇതുകൊണ്ട് മാത്രമാണ് ചെന്നൈ 200 കടന്നത്. 207 എത്തിയിട്ട് ഒരു നല്ല കളി കളിക്കാൻ ചെയ്തു. ഒരു 43 റൺസിനാണ് ചെന്നൈ